ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനിന്ന് മത്തൻ കുഴിച്ചിടാൻ കരുതി. കാരണം മഴ പെയ്തു, ഇടമഴ പെയ്തു, നല്ല പൂലായി. അപ്പം വിഷുവായി. അപ്പം നമുക്ക് കുറച്ച് മത്തൻ കുഴിച്ചിടാമെന്ന് കരുതി. അപ്പോൾ നല്ല ഓതുള്ള മണ്ണാണ്, നല്ല മണ്ണാണ്. അപ്പോൾ ഒന്ന് ചെത്തി കോരി നല്ല വൃത്തിയാക്കിയിട്ട് ഒന്ന് തടം പോലെ എടുക്കുക. നല്ല തടം പോലെ ആക്കിയിട്ട് പുല്ലൊക്കെ ചെത്തി നല്ല തടം പോലെ ആക്കിയെടുക്കുക. കാരണം ഇപ്പം കുഴിച്ച് വിടണം, എന്നാലേ നമുക്ക് മഴ ആകുമ്പോൾ തന്നെ ഏകദേശം വള്ളി വീശി തുടങ്ങി ആവുള്ളൂ. അല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ പിടിച്ച് വന്ന് നല്ല നനച്ച് പിടിച്ച് വന്ന് നല്ല വള്ളിയായി കഴിഞ്ഞാൽ പിന്നെ മഴ ആകുമ്പോൾ പ്രശ്നമില്ല. അല്ലെങ്കിൽ മഴത്ത് കുഴിച്ചിടുമ്പോൾ കുരു ശരിയാവില്ല, തൈ ശരിയാവില്ല. അങ്ങനെയൊക്കെയാണ്. ഞാൻ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ എൻ്റെ കൃഷി പരിപാടികൾ തുടങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പം നല്ല ഉഷാറായിട്ട് വട്ടം എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിൽ ഞാൻ ഒരു തടത്തിൽ ഒരു തയ്യേ വെക്കുള്ളൂ. ഞാൻ കുരു സ്വന്തമായിട്ട് മുളപ്പിച്ചുണ്ടാക്കിയ ഹൈബ്രിഡ് മത്തൻ്റെ തൈയാണ്. ഒന്നിൽ ഒരു തയ്യേ വെക്കുള്ളൂ. പിന്നെ അതിൻ്റെ ചുറ്റുഭാഗം വെണ്ടയ്ക്കും കാര്യങ്ങളൊക്കെ വെക്കും. ഒന്ന് വെക്കുമ്പോൾ തന്നെ നമുക്ക് വള്ളി വീശി തുടങ്ങുമ്പോൾ തന്നെ അത് നിറയും. അപ്പോൾ പിന്നെ കൂടുതൽ നമ്മൾ വെക്കണ്ട. അപ്പോൾ ഒരു മരടാകുമ്പോൾ നല്ല വള്ളി വീശിയാലും കുഴപ്പമില്ല, കായ്ഫലം ഉണ്ടാവും. രണ്ടെണ്ണം വെക്കുമ്പോൾ ഒന്നായിട്ട് പരന്ന് കിടക്കും, പിന്നെ കായ് കമ്മിയായിരിക്കും. പിന്നെ നമുക്ക് മേലേക്ക് മത്തം പറയുന്നത് അടിയിൽ കൂടെ പരന്ന് പോവല്ലേ, ഭൂമി മണ്ണിൽ കൂടെ പോവല്ലേ. പിന്നെ നമുക്ക് വെണ്ടയ്ക്കും ഇതൊക്കെ കുഴിച്ചിടാം. വെണ്ടയ്ക്ക മേലൊക്കെ ഇതായിക്കോളും. അപ്പോൾ കുഴപ്പമില്ല, നല്ല വെണ്ടയ്ക്കായി മത്തനുമായി. ഏകദേശമൊക്കെ നല്ല തടം എടുത്ത് കാര്യങ്ങളൊക്കെ ഇതാക്കി. ആദ്യം ഞാൻ വളമയൊക്കെ കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ ആദ്യം ഇട്ടീന്. അപ്പോൾ അപ്പം വളമേൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നുമില്ല. അതിൽ എല്ലുപൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്തത്. അപ്പം ഇനി അതിൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അത് നമുക്കൊന്നിങ്ങനെ വള്ളി വീശിനനുസരിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. അടുക്കള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടും കിടത്തുകൊണ്ട് മണ്ണെടുത്ത് മതി. തടം കുറച്ച് വലുപ്പത്തിൽ തന്നെ എടുക്കണം, എന്നാലേ നമുക്ക് ഇനി അടുത്ത അടുക്കള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് മണ്ണിടാൻ പറ്റും. എന്നാൽ ഞാൻ വീട്ടിലുണ്ടാക്കിയ തൈ തന്നെയാണ്. ഹൈബ്രിഡ് വിത്ത് വാങ്ങിയിട്ട് ട്രയൽ മുളപ്പിച്ചെടുത്തതാണ്. നല്ല തൈയാണ്, ക്വാളിറ്റി തൈയാണ്. അത് ഞാൻ നല്ലൊരു ഇതിൽ ഇതാക്കി ഒന്ന് കുഴിച്ചിട്ടു, നല്ല നട്ടു. ഒരു തടത്തിൽ ഒന്ന് മതി. പിന്നെ നമുക്ക് ചുറ്റുഭാഗം ഒരു 2-3 വെണ്ടയ്ക്കും പടം വെച്ച് കഴിഞ്ഞാൽ വൃത്തിയായി. എൻ്റെ ചെക്കനും ഉണ്ട് വൈതാലാവൻ, കൃഷിക്ക് നല്ലൊരു കമ്പക്കാരനാണ്. അവൻ പഠിക്കട്ടെ. കുട്ടികളൊക്കെ എങ്ങനെയൊക്കെ ഇങ്ങനെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കട്ടെ. കുട്ടികളത് ലഹരിയൊക്കെ കൃഷിയാകട്ടെ. എൻ്റെ മക്കൾ 2 കൃഷിക്ക് മക്കൾ കൃഷി കണ്ടിങ്ങനെ പഠിക്കുകയാണ്. അവരും പഠിക്കട്ടെ. പഴയ കാലത്തിലേക്ക് തിരിച്ചു വരട്ടെ എല്ലാവരും. മയക്കുമരുന്നിൻ്റെയും ഇതിൻ്റെയൊക്കെ വൈത്താല നടക്കുമല്ലോ എല്ലാവരും. അപ്പോൾ ഇനി നമുക്ക് കൃഷി ഒരു ലഹരിയാക്കി എടുത്തിട്ട് എല്ലാവരും കൃഷിയിലേക്ക് വരട്ടെ. അപ്പോൾ ഓരോരോ തടത്തിൽ ഓരോ മത്തൻ തൈ മാത്രം നട്ടു. ഇനി അതിന് ചുറ്റുഭാഗം വെണ്ടക്ക നടും. അപ്പോൾ അവരും കൈക്കോട്ടൊക്കെ എടുത്ത് എൻ്റെ വൈത്താല നടക്കണം. അവർക്ക് കഴിയണമാർക്ക് അവർ ചെയ്യുന്നുണ്ട്. കണ്ടോ, മണ്ണൊക്കെ ഇടണം എൻ്റെ കുട്ടി. ഓക്കെ. അപ്പോൾ അവർക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ഈ മണ്ണിൽ കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. പക്ഷേ കൃഷി ചെയ്യുമ്പോൾ അവർക്ക് നനക്കാനും ഇതിനൊക്കെ ഒപ്പത്തിനൊപ്പം നിൽക്കാനൊക്കെ വളരെ സന്തോഷമാണ് അവർക്ക്. അപ്പോൾ മത്തത്തിൻ്റെ കുരുവപ്പം തയ്യാപ്പം നടണത് നല്ല ഹൈബ്രിഡ് മത്തനാണ്. ഓരോന്ന് ഇപ്പത്തും വളവും കാര്യങ്ങളും കൊടുക്കണ്ട. നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് തടം നല്ല ഉണ്ടാക്കി നമ്മൾ അടുക്കള വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി ഉഷാറാവും. ഒന്ന് പിടിച്ചിട്ട് മതി, ഇപ്പം തന്നെ ഇട്ട് കൊടുക്കണ്ട. ഇപ്പം കുഴിച്ചിടണം മത്തനൊക്കെ. കാരണം നല്ല ഓതെല്ലാം മണ്ണായി, ആവശ്യത്തിന് മഴയുണ്ട്, വെയിലുണ്ട്. പിന്നെ മഴത്ത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ക്ലിക്കാവില്ല. കാരണം മഴ പെയ്താകെ തയ്യൊക്കെ ആകെ പോകും. അപ്പം അങ്ങനെ ഈ ഒന്ന് നനച്ച് കൊടുത്താലും ഉഷാറായിട്ട് വരും. പിന്നെ ഇങ്ങനെ പിന്നെ മറ്റേ ഈ ഉണങ്ങിയ ചണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തടത്തിൻ്റെ മുകളിലിട്ട് ഒന്ന് കത്തിച്ചിട്ട് നനച്ചിട്ട് ഒന്ന് തടയുന്നത് നല്ലതാണ്. നമ്മൾ കത്തിച്ച് ചുടുകയാണെങ്കിൽ അതിൽ നല്ല ഇതൊക്കെ റെഡിയാവും. അപ്പം നല്ല ഗ്രോത്തായിട്ട് വളരും. ഓക്കെ, ശരി.